അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. സൈദലി ചർപ്പശ്ശേരിയാണ്. പ്രിയപ്പെട്ട ഹബീബികളെ, ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ വെക്കുന്നത് എന്താണെന്നറിയോ? കൊപ്പത്താണ്. പട്ടാമ്പി കൊപ്പം മുളയങ്കാവ് റോഡിൽ 1 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഒരു 300 മീറ്റർ ഉള്ളിലേക്ക് വന്നിട്ട് നമുക്ക് 12 സെൻറ്റ് സ്ഥലം, 1900 സ്ക്വയർ ഫീറ്റ് വീട്, 3 ബെഡ്റൂം കേട്ടോ. 3 ബെഡ്റൂം എന്ന് പറഞ്ഞാൽ 2 മാസ്റ്റർ ബെഡ്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് എല്ലാം പാടെ നമ്മൾ പുതിയ വീടാണ് ഇട്ടത്. 2 വർഷമാണ് ഇതിൻ്റെ പഴക്കം. നല്ല മെറ്റീരിയൽസ്, നല്ല ടൈൽസ്, നല്ല കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വർക്ക് ചെയ്ത വീടാണ്. ഉള്ളൊന്ന് കാണണം, അതിൻ്റെ ഭയങ്കരം തന്നെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ചെറിയ വിലക്കാണ് തരും ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് കാണല്ലേ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ, ഇതാണ് കൊപ്പം ടൗണ്. ഇതാണ് വളാഞ്ചേരിയിൽ നിന്ന് വരുന്ന റോഡ്, ആ മസ്ജിദ് നിൽക്കുന്നതിൻ്റെ അതേപോലെ അങ്ങോട്ട് ഇതാ ഈ റോഡ് കാണുന്നതാണ് പട്ടാമ്പിക്കുള്ള വഴി. ഇതാണ് കൊപ്പം സെൻറ്റർ. ഇവിടുന്ന് 1300 നമുക്ക് ഇന്ന് പോകേണ്ട ദൂരം. ഇതാ ഈ 4 കൂടിയ ജംഗ്ഷൻ. ഇത് പെരിന്തൽമണ്ണ റോഡ്. ഇതാണ് മുളയങ്കാവ് ചെർപ്പുളശ്ശേരി റോഡ്. ഈ റോഡിൽ നമുക്ക് 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരു 300 മീറ്റർ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ വീടായി. അതിഗംഭീരമായ വീട്. ഇവിടെ ആണെങ്കിലോ എല്ലാ സൂപ്പർ മാർക്കറ്റുകൾ, ജ്വല്ലറികൾ, മറ്റു എല്ലാ സ്ഥാപനങ്ങളുമുള്ള ഒരു ഏരിയയാണ്. നല്ലൊരു ടൗണാണ്. ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ട ഹബീബുകളെ, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണല്ലേ. നല്ല അതിഗംഭീരമായ സൂപ്പർ സ്റ്റാർ വീടാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കൊപ്പത്തുനിന്ന് വരുന്ന റോഡ്, മുളയങ്കാവിലേക്ക് ചെർപ്പശ്ശേരിക്ക് പോകുന്ന റോഡ്. ഇതാണ് കണ്ടില്ലേ നമ്മുടെ സഫ കൺവെൻഷൻ സെൻറ്റർ. ഇതാ ഈ സെൻറ്ററിൻ്റെ നേരെ ബാക്കിലായിട്ടാണ് നമ്മുടെ വീടിട്ടാ. ഈ കാണുന്നതിൻ്റെ നേരെ ബാക്കിൽ കണ്ടോ. അപ്പോൾ നമുക്കുള്ള വഴി അതിലാണ്. വെറും 300 മീറ്റർ മാത്രമാണ് ഈ റോഡിൽ നിന്നുള്ള ദൂരം. അപ്പോൾ നമുക്ക് നല്ല സൗകര്യമുള്ള സ്ഥലത്താണ് നമ്മുടെ വീട്. നേരിട്ട് വന്ന് കാണുമ്പോൾ ഒന്നും കൂടെ നിങ്ങൾക്ക് പവർ തോന്നും. ഇൻഷാ അല്ലാഹ് പോയി കാണുക. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് വശമാണ്. ഇവിടെ മറ്റേ ഇതിൻ്റെ വർക്ക് നടക്കാൻ ഞാൻ പറഞ്ഞില്ലേ. അതുപോലെ തന്നെ വീടിൻ്റെ ബാക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ വെള്ള ടാങ്കൊക്കെ മുകളിൽ എല്ലാം കാണിച്ചു കൊടുക്കുക. ഇവിടുന്ന് ശരിക്കും ഫുള്ള് കാണിച്ചു കൊടുക്കുക. ഇതാ ഇതിനെങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനൊരു ബാത്റൂം. ഇതാ പുറത്തുള്ള ബാത്റൂമാണ് കൊടുത്തിട്ടുണ്ടോ. പുറത്തൊരു ബാത്റൂം സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെയൊക്കെ ഉണ്ടോ, നല്ല ഗ്രില്ലൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയിലാണ് ഉണ്ടോ, നല്ല ഷോ. ഇതാ അപ്പോൾ നമുക്ക് ഈ ടാർ ചെയ്ത റോഡിൽ നിന്ന് ഒരു 50 മീറ്റർ ഇതാ മൺ റോഡാണ്. എല്ലാ വാഹനം വരും. നിറയെ വീടുകളാണ് കണ്ടോ. അപ്പുറത്തൊക്കെ ഭയങ്കരമായ വീടുകൾ. അതുപോലെ തന്നെ നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കിടക്കണം. മേലെ ഒരു റൂമും താഴെ 2 ബെഡ്റൂമായിട്ട് നല്ല ഫിനിഷിങ് വർക്കോട് കൂടി ചെയ്താണ്. അത്യാവശ്യം ഒരു 5-6 വാഹനം മുറ്റത്തിടാനുള്ള സൗകര്യം നമുക്കുണ്ട് കണ്ടോ. മുറ്റം വലിയ മുറ്റാണ്. ഇവിടെ 2-3 വാഹനം ഈ ഭാഗത്ത് ചെയ്യിടാം. അതുപോലെ തന്നെ ഇവിടെയും 2-3 വാഹനങ്ങളിടാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ പരിസരങ്ങളൊക്കെ നിങ്ങൾ കാണണം കണ്ടോ. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ കോമ്പൗണ്ടിൻ്റെ മതിൽ കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ നല്ല ചെടികളും മറ്റുള്ളതൊക്കെ ആയിട്ട് നമ്മൾ ഉള്ളിൽ നല്ല സെറ്റ് ചെയ്ത് നല്ല പൂങ്കാവനമായ വീട്. കാണുമ്പോൾ തന്നെ എന്തൊരു രസമാണ് ഈ വീട് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തേക്കും വീടാട്ടാ, ഈ ഭാഗത്തും വീടാണ്. അപ്പോൾ നമുക്ക് അതുവരെയാണ് നമ്മുടെ ഹെൻഡ് കിടക്കുന്നത് കണ്ടോ. ഇവിടെ കവുങ്ങും തൈയൊക്കെ വെച്ചിട്ട് നല്ല ഷോണ്ട് വീട് കാണാൻ കണ്ടോ. ഇത്രയും വീതിയുണ്ട് റോഡ് കണ്ടല്ലോ. ഏത് വാഹനം വരാവുന്ന ഇതിലാണ്. അത് മാത്രമല്ല കൊപ്പം ടൗണിൽ നിന്ന് നമുക്ക് ആകെ ദൂരം വരുന്നത് 1300 കേട്ടോ. അതുപോലെ തന്നെ പള്ളി, മദ്രസ, സ്കൂള്, അമ്പലം എല്ലാം ഇതിൻ്റെ പരിസരത്തുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് കണ്ടില്ലേ, ഇതൊന്ന് കാണിട്ട് നല്ല പ്ലാവ് മറ്റുള്ള മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് നല്ല തോട്ടാക്കിയിട്ടുണ്ട്. കാരണം പ്രത്യേകം അതിനൊരു മതിൽ സംവിധാനം ചെയ്തിട്ട് നല്ല ഷോലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല പച്ചപ്പുള്ള കവുങ്ങ്. അതുപോലെ തന്നെ വീടിൻ്റെ ഈ സൈഡൊന്ന് നോക്കണം നിങ്ങൾ കണ്ടോ, വീടിൻ്റെ ഈ സൈഡ്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിലേക്ക് കണ്ടോ, ഇവിടെയൊക്കെ നല്ലൊരു പൂന്തോട്ടമാക്കിയിട്ടുണ്ട് കണ്ടോ. ഇവിടെയൊക്കെ ആരും കണ്ടാൽ ഇഷ്ടപ്പെടും. പിന്നെ മാത്രമല്ല ഇതാണ് ബാക്കിൽ ഷെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ഫർണിച്ചറിൻ്റെ മറ്റിൻ്റെ വർക്കുകളൊക്കെ നടക്കണം, പ്ലൈവുഡിൻ്റെ വർക്കുകളൊക്കെ നടക്കുക. അപ്പോൾ ഇവിടെ ഈ ഷെഡൊക്കെ നമ്മുടെ കച്ചവടത്തിൽ പോയിട്ടാണ്. ഇവിടെ ഫാബ്രിക്കേഷൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഷെഡിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഈ വീട് വാങ്ങുമ്പോൾ ഈ ഷെഡ് ഇതിലുണ്ടാവും. ഫാബ്രിക്കേഷൻ വർക്കൊക്കെ അവർ മാറ്റും കണ്ടോ, നല്ല ജനലിൻ്റെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അതിൻ്റെ പുറമെ നമുക്ക് ഇദ്ദേഹം ഒരു സമ്മാനം തന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ വീടെടുക്കാൻ വന്നപ്പോൾ നല്ലൊരു സമ്മാനം തന്നിട്ടുണ്ട് ഫാബ്രിക്കേഷൻ്റെ. അത് എനിക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് മൊത്തം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു സമ്മാനമാണ്. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഒന്ന് കാണാം. അതിൻ്റെ പുറമെ അങ്ങനെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ, മുറ്റം നല്ലൊരു മുറ്റാണ്. അത്യാവശ്യം വണ്ടി പാർക്ക് ചെയ്യാനും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. 2 ഭാഗത്തും 2 മുറ്റത്തും വണ്ടികൾ പാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതാണോ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തൊക്കെ വീടുകളാണ് കേട്ടോ. നിറയെ വീടുകളൊക്കെ ഉള്ള ഏരിയയാണ്. നല്ല ഒരു ഇതാണ്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കാണാം. ഈ ഭാഗം ഒന്ന് നിങ്ങൾക്ക് കാണാം. കാണിച്ചു കൊടുത്തേ. ഈ സൈഡൊന്ന് കാണിച്ചു കൊടുക്കും. വീടിൻ്റെ സൈഡൊന്ന് കാണിച്ചു കൊടുക്കും. മേലെ വീടിൻ്റെ സൈഡൊന്ന് കാണിച്ചു കൊടുക്ക്. ഉണ്ടോ, ആ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്ക്. ബാക്കിൽ വീടിൻ്റെ സൈഡൊന്ന് കാണിച്ചു കൊടുക്ക്. വീടിൻ്റെ ബാക്ക് സൈഡൊന്ന് കാണിച്ചു കൊടുക്ക്. സൗകര്യങ്ങൾ നല്ലോണം കേട്ടോ, നോക്കിക്കോളി. അതുപോലെ തന്നെ ഹബീബിങ്ങളെ നല്ല സൗകര്യത്തോട് കൂടിയിട്ട് കണ്ടോ.
പൂവൊക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയിൽ. അതുപോലെ തന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണം. ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് നല്ല ടൈൽസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഉള്ള ഇതാണ്. അതുപോലെ തന്നെ നമുക്ക് കിടക്കാം. അതുപോലെ തന്നെ പ്രിയ സുഹൃത്തുക്കളെ വേറൊരു കാര്യങ്ങളോട് പറയുള്ളത് ഈ സാധനം കണ്ടില്ല നിങ്ങൾ? ഈ മോഡൽ കണ്ടങ്ങൾ കണ്ടാ? ഈ മോഡൽ ഇത് ഇവിടെ ഫാബ്രിക്കേഷൻ വർക്ക് എടുക്കുമ്പോൾ ഇത് ഇത് നമ്മുടെ ഓഫീസിൽ വെക്കാനുള്ളതാണ്. ഇതെന്താണെന്ന് അറിയാം, ഓരോ ബിസിനസ് നടക്കുമ്പോഴും നമ്മൾ ഇനി ഇതിലാണ് സ്വരൂപിക്കുക പൈസ. ഇതിലിപ്പോൾ സ്വരൂപിച്ചിട്ട് അത് റംസാൻ ആയിക്കഴിഞ്ഞാലും വലിയ പെരുന്നാളായിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ ഓണായിക്കഴിഞ്ഞാലും അതിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ കിറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇതുവരെ നമ്മൾ മേശയിലും വെൽപ്പിലൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ ഇതിലാണ് ഇനി നമുക്ക് കിട്ടുന്ന ബിസിനസ്സിൻ്റെ ഒരംശം അതിലിടുക. അതിന് ഇവിടുന്ന് ഉണ്ടാക്കി തന്നാണ്. ഇൻഷാ അല്ലാഹ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, നല്ല ക്വാളിറ്റിയാണ്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ വീടിൻ്റെ ഉള്ളിങ്ങനെ കാണണം, ചമഞ്ഞിരിക്കണമെങ്കിൽ അതുപോലെ തന്നെ ഈ ഡോറല്ലാതെ ഈ ഡോർ കണ്ടോ, ഇതും നമുക്ക് ഉള്ളിലേക്ക് തുറക്കുന്നതാണ്. കണ്ടില്ലേ? ഇവിടെ കണ്ടില്ലേ? മാഷാ അല്ലാഹ് കണ്ടോ? അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ കാണണം, ഇവിടെ കാണണം. നല്ല LED ബൾബൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഉള്ളിൽ നല്ല സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ നമുക്ക് കാണാം കണ്ടോ? LED ബൾബ്, അതിൻ്റെ സ്വിച്ച് എവിടെയൊക്കെയാണെന്ന് അറിയില്ല, ഒരുപാട് ബൾബുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വന്നു കഴിഞ്ഞാൽ സിറ്റിംഗ് ഹാള്. ഈ സിറ്റിംഗ് ഹാളിൽ വന്നു കഴിഞ്ഞാൽ കണ്ടോ, നല്ലൊരു സിറ്റിംഗ് ഹാള്. അത്യാവശ്യം ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യത്തോടു കൂടി LED ബൾബ് ഇട്ടിട്ട് നല്ല മോഡലിൽ നല്ല വർക്ക്. മാത്രമല്ല ടൈൽസ് കണ്ടില്ല നിങ്ങൾ? സൂപ്പർ ടൈൽസ്, നല്ല ക്വാളിറ്റി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു കർട്ടൻ വെച്ചിട്ടുണ്ട്. ഇത് എന്തിനാണെന്നറിയാം? ഇത് സിറ്റിംഗ് ഹാളിൽ ആളുകൾ വന്നിരിക്കുമ്പോൾ നമുക്ക് എന്താണ് ഡൈനിങ് ഹാളിലേക്കോ ഈ ഭാഗത്തേക്കോ ഒരു മറയായിട്ട് നമുക്ക് ഈ കർട്ടൻ വെച്ച് കെട്ടാം, അല്ലെങ്കിൽ കർട്ടൻ എടുത്തിടാം. മനസ്സിലായോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡൈനിങ് ഹാള് അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള നല്ല വലിയൊരു ഡൈനിങ് ഹാളാണ്. 6 ചെയർ ഇട്ടിട്ടുള്ള ഡൈനിങ് ഹാളാണ്. പക്ഷെ നമുക്ക് എന്തുണ്ടെന്നറിയോ, 6 ചെയറിൽ എന്ത് ചെയ്യുക, 8 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യമാണ് ഈ മേശയ്ക്കുള്ളത്. അതുപോലെ തന്നെ ഇതിനൊക്കെ LED ബൾബ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ എവിടെ നമുക്ക് കറക്റ്റായിട്ട് അറിയാത്തതിൻ്റെ പേരിലാണ്. അതുപോലെ തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് LED ബൾബ്. വേണ്ട ഈ ഭാഗത്ത് കണ്ടില്ലേ കത്തുന്നു? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ കാണണം. അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇവിടേക്കാണ് ഇറങ്ങുന്നത്. അത് കഴിഞ്ഞാൽ ഒരു ബെഡ്റൂം ഇപ്പുറത്തും ഒരു ബെഡ്റൂം അപ്പുറത്തുമാണ്. അപ്പോൾ ഈ ഭാഗത്തുള്ള ബെഡ്റൂം എന്ന് കാണാം, മാസ്റ്റർ ബെഡ്റൂം എന്നാണ് പറഞ്ഞത്. അതിൻ്റെ പുറമെ ഇവിടെ യൂറോപ്യൻ ക്ലോസറ്റ് വെച്ചിട്ട് നമുക്ക് അറ്റാച്ച് ബാത്റൂമോട് കൂടി ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അല്ല, കോമൺ ബാത്റൂം അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറമെ ഈ റൂമിൽ വന്നാൽ അറ്റാച്ച് ബാത്റൂമാണ് ഇവിടെ നിന്നുള്ളൂ. നല്ല സൗകര്യത്തിലുള്ള അറ്റാച്ച് ബാത്റൂം എന്ന് പറഞ്ഞാൽ പോരാ, നല്ല വലിയ സൗകര്യമുള്ളൊരു ബാത്റൂമാണ് കേട്ടോ. അതിൻ്റെ പുറമെ തന്നെ മാസ്റ്റർ ബെഡ്റൂമാണ്, വലിയ ബെഡ്റൂം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ നിങ്ങൾ? കേട്ടോ, അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ കണ്ണാടി ഉണ്ട് കേട്ടോ. അലമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അബി ഇവിടെ നല്ല സൗകര്യത്തിൽ തന്നെ കയറ്റിക്കുന്നത്, നല്ല മോഡലിലാണ് കേട്ടോ. അപ്പോൾ കാണണം അങ്ങനെ പോന്നു കഴിഞ്ഞാൽ ഈ ബെഡ്റൂം കാണൽ കഴിഞ്ഞു. ഈ ബെഡ്റൂം കാണൽ കഴിഞ്ഞാൽ ഇനി അടുത്ത ഒരു ബെഡ്റൂം കൂടെ വേണ്ടത്. അത് ഇത്ര വലിയ റൂമല്ല, ചെറിയ റൂമാണ്. എങ്കിലും അത്യാവശ്യം നല്ല സൗകര്യത്തിലുള്ളതാണ്. അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ട് തന്നെയാണ്. ആ റൂം മാസ്റ്റർ ബെഡ്റൂം ആയതുകൊണ്ട് വലിയ വലിപ്പമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അലമാര സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചുമരുമേ ഇതൊന്നും നിങ്ങൾ ഇത് വാങ്ങുന്ന ആളുകൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, ഇതൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ അറ്റാച്ച് ബാത്റൂം ഇതിലുണ്ട്. അപ്പോൾ ഉള്ളത് നല്ല സൗകര്യത്തിലും നല്ല വൃത്തിയിലും നല്ല ഭംഗിയിലുമാണ് കയറ്റിയിരുന്നത്. പക്ഷേ ഇതിലെന്താ അറിയുക, ഇത് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ് ഇവിടെ ഉപയോഗം ആളില്ലാത്തതിൻ്റെ പേരിൽ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബുകളിൽ 2 അങ്ങനെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, കിച്ചണിലേക്ക് കാണണം. ഇതിപ്പോൾ തന്നെ കിച്ചണിൽ പോയി എന്താ പറയുക, കിച്ചൺ കാണാൻ മറക്കില്ല. മറ്റു നമ്മളൊക്കെ ചിലപ്പോൾ കിച്ചൺ നിങ്ങൾക്ക് കാണിച്ചു തരാൻ മറക്കും. ഇതാണ് കിച്ചൺ. ഇവിടെയും നല്ലൊരു സ്പേസ് ഉണ്ട് കണ്ടോ. നല്ലൊരു സ്പേസ് പറഞ്ഞാൽ നല്ലൊരു സ്പേസാണ്. ഇവിടെയും ഡൈനിങ് ടേബിളായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനി ഇവിടുന്ന് പുറത്തേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിച്ചനും മറ്റുള്ള സൗകര്യങ്ങളും ഇവിടെ വേറെ ഉണ്ട് കണ്ടോ. അപ്പോൾ ഇതാണോ, ഇവിടെയാണ് കിച്ചൺ. ഗ്രാനൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഈ ഭാഗത്തൊക്കെ ഗ്രില്ല് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഇരുമ്പിൻ്റെ നല്ല ഗ്രില്ലാണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല സ്ട്രോങ് വർക്കാണ്. അതേപോലെ തന്നെ ഇവിടെ കണ്ടില്ലെങ്കിൽ പാത്രം കഴുകണ ഇവിടെ വാഷ് സ്പേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഗ്രാനൈറ്റാണ് കേട്ടോ. നല്ല വൃത്തിയിലുള്ള വർക്ക്, നല്ല ഭംഗിയുള്ള വർക്കാണ് കണ്ടില്ലെങ്കിൽ. അപ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ താഴ്ഭാഗം കണ്ടു. ഇനി മുകളിൽ ഭാഗത്തേക്ക് കയറുകയാണ്. നല്ല സ്റ്റെയർ കേസ് കണ്ടോ, എന്തോ വർക്ക്. അതിൻ്റെ ഓരോ ഭാഗത്തും നിങ്ങൾ ഇതിൻ്റെ വർക്ക് നോക്കണം. മാത്രമല്ല ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് വേണമെങ്കിൽ നിസ്കാര റൂമാക്കാം, അതല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള സംവിധാനമാക്കാം, അതല്ലെങ്കിൽ ഇസ്ത്രി ഇടാനാക്കാം. എന്താണെങ്കിലും ഒരു ഒഴിഞ്ഞ സ്പേസ് എല്ലാ വീടുകളിലും ഇങ്ങനെ കാണലില്ല.
അപ്പോൾ ഒരു നല്ല സ്പേസാണ്. ആ സ്പേസും കൂടെ ഏഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ മൊത്തം 1900 സ്ക്വയർ ഫീറ്റ്. മാത്രമല്ല മേലക്കിന് കയറി വന്നു കഴിഞ്ഞാൽ നല്ല ടൈൽസും നല്ല ക്വാളിറ്റിയാണ് മുകളിലും ഇട്ടിരിക്കുന്നത്. മാത്രമല്ല നല്ലൊരു മാസ്റ്റർ ബെഡ്റൂം ആണോ, മാസ്റ്റർ ബെഡ്റൂം ഇവിടെ കിടക്കുന്നുണ്ട്. കണ്ടങ്ങൾ പ്രിയപ്പെട്ട അഭിമുഖങ്ങൾ കാണണം. അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ് കേട്ടോ. കേട്ടോ മാസ്റ്റർ ബെഡ്റൂം വലിയ സൗകര്യത്തിൽ. അതുപോലെ തന്നെ അലമാര കണ്ടില്ലേ, നല്ല ക്വാളിറ്റി ജനൽ കണ്ടോ, അതിൻ്റെ കമ്പികൾ കണ്ടോ, ജനൽ വിരി കാണാ ബേബികൾ, ഇതൊക്കെ മുതലാണ്. അതേപോലെ തന്നെ അറ്റാച്ച് ബാത്റൂം സൗകര്യങ്ങൾ ഏറെയാണ് കണ്ടോ, അറ്റാച്ച് ബാത്റൂം ഉണ്ടോ. അതുപോലെ തന്നെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഓപ്പൺ ടെറസൊക്കെ ഒന്ന് പോകാം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ കാണണം, ഇത് ഷെയർ ചെയ്യണം. പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലുകാർക്ക് നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. 10-25 പേർക്കാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത്. ഒന്നാം സമ്മാനം നമ്മൾ കൊടുക്കുക മിക്കവാറും ഫോണായിരിക്കും. അതല്ലെങ്കിലോ നല്ല അടിപൊളി ഫ്രിഡ്ജ്, ഡബിൾ ഡോറോ സിംഗിൾ ഡോറോ ഫ്രിഡ്ജ്, നല്ല അടിപൊളി കമ്പനി സാധനം. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുക വാഷിംഗ് മെഷീൻ, TV, ഗ്രൈൻഡർ, മിക്സി, ഫാന്, അയൺ ബോക്സ്. എന്തൊക്കെ കഴിഞ്ഞ പ്രാവശ്യം 15 ആൾക്ക് കൊടുത്തു, അതിലും കൂടുതൽ 10 ആൾക്ക് കൂടി കൂടുതൽ 25 പേർക്കാണ്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, സ്ക്രീൻഷോട്ട് ഓഫീസിലേക്ക് അയക്കണം. അപ്പോൾ നിങ്ങളുടെ നറുക്കെടുപ്പ് 1 ലക്ഷം സബ്സ്ക്രൈബർ ആയിക്കഴിഞ്ഞാൽ യൂട്യൂബിലുണ്ടാവും. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിലോ മാസം നറുക്കെടുപ്പാണ്. ഇനി അടുത്ത മാസം ഉണ്ട്, ഈ മാസത്തെ കഴിഞ്ഞല്ലോ, ഇനി അടുത്ത മാസം നറുക്കെടുപ്പുണ്ട്. ഫേസ്ബുക്ക് ഷെയർ ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെ ഷെയർ ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ സ്ക്രീൻഷോട്ട് ഓഫീസിലേക്ക് അയക്കണം. അപ്പോഴേ നിങ്ങളുടെ നമ്പർ ഓഫീസിൽ പതിയുള്ളൂ, വാട്സപ്പ് കൂടെ. ആ നമ്പറിൽ കണക്കാക്കിയിട്ടാണ് നമ്മൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഇത് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയിൽ നിന്നും പെരിന്തൽമണ്ണയ്ക്ക് പോകുമ്പോൾ കൊപ്പം സെൻറ്ററിൽ നിന്ന് 1.5 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ 1.25 കിലോമീറ്റർ ദൂരം. മാത്രമല്ല കൊപ്പം മുളയങ്കാവ് റോഡ് 1 കിലോമീറ്റർ, അവിടുന്ന് ഒരു 250-300 മീറ്റർ മാത്രം മാറിയിട്ടുള്ള നല്ല പുതിയൊരു വീടാണ്. 2 വർഷമാണ് പഴക്കം. 12 സെൻറ്റ് സ്ഥലമുണ്ട്. നല്ല കാണാൻ നല്ല ഭംഗിയുള്ള നല്ല രസമുള്ള നല്ല വീട്, 2-3 ബെഡ്റൂം സൗകര്യത്തോട് കൂടിയിട്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, തൊട്ടൊട്ടൊക്കെ വീടുകൾ, നല്ല ഏരിയ, പള്ളിയാണെങ്കിലും മദ്രസ ആണെങ്കിലും സ്കൂളാണെങ്കിലും ഒക്കെ ഇതിൻ്റെ അടുത്തുണ്ട്. ബസ് റൂട്ട് 300 മീറ്റർ അപ്പുറത്ത്. അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്ന വില, ഇതിൻ്റെ ഓണർ ഉദ്ദേശിക്കുന്ന വില 46 ലക്ഷമാണ്. 46 ലക്ഷമാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. നിങ്ങൾ വന്ന് കണ്ട് നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ 1900 സ്ക്വയർ ഫീറ്റ് വീട് കയറ്റാൻ എത്ര വരും, 12 സെൻറ്റ് സ്ഥലത്തിന് ഇവിടെ എത്ര വരും, ഒന്നൊന്ന് മനക്കണക്ക് കൂട്ടിയിട്ട് നിങ്ങൾ പോന്നുമായി കേട്ടോ, വെറുതെ വരും വേണ്ട. അപ്പോൾ നല്ല ഏരിയയാണ്. കൊപ്പം ഏരിയനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. 4 കൂടി ജംഗ്ഷൻ, എല്ലാ സൗകര്യമുള്ള ജംഗ്ഷൻ, എല്ലാ കടകളുള്ള ജംഗ്ഷൻ അല്ലേ. കൊപ്പത്തെ പള്ളി കണ്ടില്ലേ, വലിയ പള്ളി, മദ്രസ, ടൗണ് കാര്യങ്ങൾ, എല്ലാ കടകൾ, ബാങ്ക് തുടങ്ങി പോസ്റ്റ് ഓഫീസ് തുടങ്ങി ഒരുപാട് ഇതുള്ളതാണ് കൊപ്പം സെൻറ്റർ. 4 കൂടി ജംഗ്ഷൻ. ആ ജംഗ്ഷനിൽ ഒരു 1-300 ഇവിടുത്തെ ദൂരം. അപ്പോൾ ഇൻഷാല്ലാ തൊട്ടടുത്ത് മുളയങ്കാവ് കിടക്കുന്നുണ്ട്, ചെർപ്പളശ്ശേരി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവരും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, സ്ക്രീൻഷോട്ട് ഓഫീസിൽ അയച്ചു കൊടുക്കുക. നിങ്ങൾ സമ്മാനത്തിന് അർഹരാകുക. 25 പേർക്ക് നല്ല അടിച്ചാപൊളി സമ്മാനം 1 ലക്ഷം സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞാൽ കൊടുക്കാൻ പോവുകയാണ് ഇൻഷാല്ലാ. അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും മഹസ്സലാമ.